ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് USS 2024 പാർട്ട് 1 മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മലയാളത്തിൻ്റെ പാർട്ട് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം 80, അതായത് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ USS എക്സാമിന് പോവേണ്ട കുട്ടികൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. പാർട്ട് എ ഒന്നാം ഭാഷ 80-ൽ 15 ചോദ്യങ്ങളുണ്ടായിരിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും കുട്ടികൾ ഉത്തരം എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒരു വാച്ചിനേക്കാൾ എളുപ്പത്തിൽ 10-25 വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്നും എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ചന്ദ്രേട്ടൻ, ഓപ്ഷൻ ബി രേഖ, ഓപ്ഷൻ സി ജഗൻ, ഓപ്ഷൻ ഡി മുത്തച്ഛൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജഗൻ. അടുത്ത ചോദ്യം: നെൽപ്പാടം എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? നെൽ പ്ലസ് പാടം എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം: കൂട്ടത്തിൽ പെടാത്ത പദം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ സി മുക്തി എന്നുള്ളതാണ് കറക്റ്റായ ഓപ്ഷൻ. ത്രാണി, ശക്തി, മുക്തി, ശേഷി. ഇതിൽ കറക്റ്റായിട്ട് കൂട്ടത്തിൽ പെടാത്തത് മുക്തി എന്നുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: കാലിഫോർണിയയിലെ നിമ്നോന്നതങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ, മുനിസിപ്പിലെ എല്ലാ കുന്നിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ, എല്ലാ മലയോരങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. അടിവരയിട്ട പദം ഏത് പ്രകാരത്തെ കുറിക്കുന്നു? ഓപ്ഷൻ എ നിയോജക പ്രകാരം, ഓപ്ഷൻ ബി വിധായക പ്രകാരം, ഓപ്ഷൻ സി അനുനായക പ്രകാരം, ഓപ്ഷൻ ഡി നിർദ്ദേശക പ്രകാരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നിയോജക പ്രകാരം. അഞ്ചാമത്തെ ചോദ്യം: നിഘണ്ടുവിലേതുപോലെ ക്രമീകരിച്ച് എഴുതിയത് ഏത്? ഓപ്ഷൻ എ ഗർഭഗ്രഹം, അഭിമതം, നിദ്ര, ഉദ്ഗാരം. ഓപ്ഷൻ ബി അഭിമതം, നിദ്ര, ഗർഭഗ്രഹം, ഉദ്ഗാരം. ഓപ്ഷൻ സി അഭിമതം, ഉദ്ഗാരം, ഗർഭഗ്രഹം, നിദ്ര. ഓപ്ഷൻ ഡി അഭിമതം, ഗർഭഗ്രഹം, ഉദ്ഗാരം, നിദ്ര. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം: ഒരു സന്ദർഭത്തെ ചിത്രത്തിൽ എന്ന പോലെ ദൃശ്യവൽക്കരിക്കുന്നതിന് എന്ത് പറയുന്നു? നിശ്ചല ദൃശ്യം, ചൊൽക്കാഴ്ച, സിനിമ, നാടകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നിശ്ചല ദൃശ്യം. ഏഴാമത്തെ ചോദ്യം: ഉയർന്നു നിൽക്കുന്ന എന്നർത്ഥം വരുന്ന പദം ഏത്? നിമ്നം, അഗാധം, തുംഗം, നീളെ. കറക്റ്റ് ആൻസർ വരുന്നത് തുംഗം. രണ്ടാമത്തെ ചോദ്യം: എണ്ണീടുകാർക്കും ഇതു താൻ ഗതി, സാധ്യമെന്തു കണ്ണീരിനാൽ, അവനി വാഴ്വു കിനാവു കഷ്ടം. ഈ വരികൾക്ക് യോജിക്കുന്ന ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളൽ, കുമാരനാശാൻ വീണഭൂപ്, ഉള്ളൂർ പ്രേമസംഗീതം, വള്ളത്തോൾ ചിത്രയോഗം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കുമാരനാശാൻ വീണഭൂപ്. അടുത്ത ഒമ്പതാമത്തെ ചോദ്യം: കൂട്ടത്തിൽ പെടാത്ത പദം കണ്ടെത്തുക. നീഹാരം, തുഷാരം, പ്രാലേയം, മാലേയം. മാലേയം ഈസ് ദ കറക്റ്റ് ആൻസർ. പത്താമത്തെ ചോദ്യം: നന്മയുള്ളവൻ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും. ഈ വാക്യത്തിന് ഏറ്റവും ഉചിതമായ വരികളേത്? ഓപ്ഷൻ എ ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, ഓപ്ഷൻ ബി ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, ഓപ്ഷൻ സി മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, ഓപ്ഷൻ ഡി കാരസ്കാരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. 11ാമത്തെ ചോദ്യം: മുത്തശ്ശൻ കലി തുല്ലുന്നു, ഓൻ്റെ നടുപ്പുറം അടിച്ചു പൊളിക്ക് രാജ. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ ആശയം കണ്ടെത്തുക. കലാപ്രകടനം നടത്തുന്നു, ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു, ആജ്ഞാപിക്കുന്നു, ചിരിക്കുന്നു. ഓപ്ഷൻ ബി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 12ാമത്തെ ചോദ്യം: കവിയും നിരൂപകനും ഭാഷാ പണ്ഡിതനുമായിരുന്ന ആർ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന സാഹിത്യ ചർച്ചകളുടെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ വിദ്വൽ സദസ്സ്, ഓപ്ഷൻ ബി കോലായ, ഓപ്ഷൻ സി സാഹിത്യതീരം, ഓപ്ഷൻ ഡി പുഴയോര ചർച്ച. ഓപ്ഷൻ ബി കോലായ ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ചോദ്യം:
വാക്ക് ഒരു ചലനശക്തിയാണെന്നും അത് പകർന്നു കൊടുത്ത് ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും തൻ്റെ ആശയം ഊതിവീർപ്പിക്കാനുള്ള ബലൂണായി കാണാറില്ലെന്നും സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നു. ഇവിടെ ബലൂൺ എന്ന പദത്തിൻ്റെ സാന്ദർഭികാർത്ഥം എന്താണ്? പ്രസംഗം, ശ്രോതാവ്, വേദി, മൈക്ക്. ശ്രോതാവ് എന്നുള്ളതാണ് ഉത്തരം. 14ാമത്തെ ചോദ്യം. മഹാകവി കുമാരനാശാൻ പത്രാധിപനായിരുന്ന മാസിക ഏതാണ്? ഭാഷാഭൂഷണി, വിവേകോദയം, മിതവാദി, കവന കൗമുദി. കറക്റ്റ് ആൻസർ വിവേകോദയം. ജ്ഞാനപീഠം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നീ ബഹുമതികൾ ലഭിച്ച എഴുത്തുകാരൻ ആര്? ഒ വി വിജയൻ, സച്ചിദാനന്ദൻ, വൈക്കം മുഹമ്മദ് ബഷീർ, ONV കുറുപ്പ്. കറക്റ്റ് ഉത്തരം വരുന്നത് ONV കുറുപ്പ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്